ഹലോ, എഴുന്നേറ്റില്ല. പോണം. ഒരു 5 minutes. ഓക്കെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഒരു മൺഡേ ആണ്. ഒരു സൺഡേ കഴിഞ്ഞിട്ടുള്ള ഒരു മൺഡേ എന്ന് പറയുമ്പോൾ ജോലിക്ക് പോകണം, ജിമ്മിന് പോകണം, എല്ലാം ഒരു റീസ്റ്റാർട്ട് ചെയ്യുന്നത് പോലെയാണ്. സോ ഞാൻ എന്നും വ്ളോഗ് എടുക്കാൻ ട്രൈ ചെയ്യും, പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. സോ ഇന്ന് ഞാൻ എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഒരു ബിസി ഡേ ആണ്. കാരണം തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ എല്ലാം ഒന്ന് ട്രാക്കിലോട്ട് കയറി വരാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ബിസി ഡേ ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇതെനിക്ക് ഫുള്ളാക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യും, ഉറപ്പായിട്ടും ഞാൻ പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ രാവിലെ തന്നെ അലാറൊക്കെ അടിച്ചപ്പോൾ സ്നൂസ് ചെയ്ത് വെച്ച് ഇപ്പോൾ ഇത് താഴെ വന്ന് നിൽക്കുന്നുണ്ട്. ഒരാൾ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ 5 മിനിറ്റിൽ റെഡി ആവാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. ഒക്കെ റെഡി ആയിട്ട് വരാം. ബാക്കി നോക്കാം. വീക്കെൻഡ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാം സെറ്റായിട്ട് ഒന്ന് ട്രാക്കിലോട്ട് വരാൻ നല്ല പോലെ ടൈം എടുക്കാറുണ്ട്. എന്റെ വ്ളോഗ്സ് കാണുന്ന എല്ലാവർക്കും അറിയാലോ, ഞാനിപ്പോൾ കറന്റ് മാൾട്ടയിലാണ് കേട്ടോ. ഇവിടെ എത്തിയതിനു ശേഷം നമ്മുടെ നാട്ടിലെ പോലത്തെ ക്ലൈമറ്റ് അല്ലാത്തതുകൊണ്ടും ക്ലൈമറ്റ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവുന്നതുകൊണ്ടും പലപ്പോഴും ഫിസിക്കലിയും മെന്റലിയും ഒരുപാട് അങ്ങ് അടിപൊളിയാവാറില്ല. നാട്ടിലായിരുന്നപ്പോൾ പ്രോപ്പറായിട്ട് വന്നിരുന്ന പീരീഡ്സ് വരെ തെറ്റി തുടങ്ങി. അങ്ങനെയാണ് ഈ ജിമ്മെന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഞാൻ എത്തിയത്. ജിമ്മിൽ പോകണം എന്നുള്ള തീരുമാനമൊക്കെ എടുത്തെങ്കിലും 2 days പോയി കഴിഞ്ഞാൽ 3rd day എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളായിരിക്കും. ഞാനിവിടെ ഷിഫ്റ്റ് ബേസിസിലുള്ള ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പ്രോപ്പർ ടൈമിൽ എനിക്ക് പോകാൻ പറ്റില്ല. മോർണിംഗ് ഷിഫ്റ്റ് ഉള്ള ദിവസം ഈവനിങ്ങും ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ഉള്ള ദിവസം മോർണിംഗും ആയിട്ട് അങ്ങും ഇങ്ങും ഒക്കെ മാറിയിട്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടൊരു 1 week പോയാൽ നെക്സ്റ്റ് വീക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വയ്യായ്മ വരും. ആദ്യമൊക്കെ ടൈമിനെയും ഇവിടുത്തെ സാഹചര്യത്തിനെയൊക്കെ ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. പിന്നീട് മനസ്സിലായി അതെന്റെ മടിയാണെന്ന്. അങ്ങനെ ഞാൻ തന്നെ എനിക്ക് ഒരു 30 days ചാലഞ്ച് ഇട്ടിട്ട് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് പുഷ് ചെയ്തു. അപ്പോൾ വീക്കിലി ഞാൻ 5 ദിവസമെങ്കിലും ജിമ്മിൽ കറക്റ്റ് ആയിട്ട് പോകാറുണ്ട് കേട്ടോ. ഈ സ്കിൻ കെയർ ഒക്കെ നിങ്ങൾ ഒരുപാട് പേരുടെ വീഡിയോയിൽ കണ്ട് മടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെ കുറിച്ചൊന്നും പറയാത്തത്. എന്നാലും ഞാനിപ്പോൾ എന്തൊക്കെയാ ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് മിനിമൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി. എന്റെ സ്കിന്ന് ആഗ്നി പ്രോൺ സ്കിൻ ആണ് കേട്ടോ. ആവശ്യം ഉണ്ടായിട്ടും ആവശ്യം ഇല്ലാണ്ടൊക്കെ ഒരുപാട് കുരു വെറുതെ വരും. ഏകദേശം ഒരു ഡിഗ്രി ഫൈനൽ ഇയർ വരെ എന്റെ മുഖത്ത് ഒരു കുരു പോലും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ എന്റെ ഫ്രണ്ട്സ് ചോദിക്കുമായിരുന്നു, നീ എന്താ മുഖത്ത് ചെയ്യുന്നതെന്ന്. അന്നത്തെ എന്റെ അഹങ്കാരത്തിന് ഞാൻ എന്തൊക്കെയൊക്കെയോ കുറെ പറയും. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ എന്റെ മുഖത്ത് ഒന്നും ചെയ്യില്ലായിരുന്നു. എന്റെ ഒരു ഓർമ്മയില് ഞാനൊരു പൗഡർ പോലും യൂസ് ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷെ അന്നത്തെ അഹങ്കാരത്തിന് ഇപ്പൊ പണി കിട്ടി. ആരുടെയും മുഖത്തില്ലാത്ത അത്രയും കുരു ഇപ്പൊ എന്റെ മുഖത്തുണ്ട്. സംഭവം അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഹോർമോൺ ചേഞ്ചിന്റെ പ്രശ്നങ്ങളാണ്. പിന്നെ അന്ന് തൊട്ട് ഒരു പ്രോപ്പർ സ്കിൻ കെയർ ഉണ്ട് കേട്ടോ. ഒന്നുമില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും. ഇവിടെ സൺസ്ക്രീൻ ഇല്ലാണ്ട് സമ്മറിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ സെറ്റായി. ഇനി നമുക്ക് ജിമ്മിൽ പോവാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയേ, ജിമ്മിൽ പോകുന്നതിന് മുന്നേ കുറച്ചുകൂടെ കലാപരിപാടികളുണ്ട്. ആദ്യമൊക്കെ ജോലി കഴിഞ്ഞിട്ട് നേരെ അങ്ങ് ജിമ്മിൽ കയറിപ്പോ. പ്രീ വർക്കൗട്ട് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുള്ള അറിവൊന്നും എന്റെ ബുദ്ധിയിൽ ഉണ്ടായിരുന്നില്ല എന്നാ തോന്നുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള സപ്ലിമെന്റ്സും പ്രോട്ടീനും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് ക്രിയാറ്റിൻ കലക്കി കുടിച്ചിട്ട് നമുക്ക് നേരെ ജിമ്മിലോട്ട് പോവാം. 5 മിനിറ്റ് കൊണ്ട് റെഡിയായി വരാന്ന് പറഞ്ഞിട്ട് നല്ല പോസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഒരാളെ താഴെ നിർത്തിയിട്ടുണ്ട്. അവന്റെ വായിലിരിക്കുന്നത് ബാക്കിയും കൂടെ കേട്ട് കഴിഞ്ഞാൽ ഇന്നത്തേക്കുള്ള മോട്ടിവേഷനായി. ഇതാണ് കേട്ടോ ക്ലമൻ ടോം, എന്റെ ജിം മാസ്റ്റർ. ഞാൻ ജിമ്മിൽ പോണത് വെയിറ്റ് ഒക്കെ കുറച്ചൊന്ന് ഫിറ്റ് ആവാനാണെങ്കിൽ ആള് വെയിറ്റ് കൂട്ടിയിട്ട് സെറ്റ് ആവാനാണ് പോകുന്നത്. ഇവിടെ ഈ അപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ 4 പേരാണ് താമസിക്കുന്നത്. അതിൽ വൺ ഓഫ് ദ ആളാണ് ഈ ക്ലമൻ ടോം. ഇവൻ എന്റെ ജിം മാസ്റ്റർ മാത്രമല്ല കേട്ടോ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു റോളും കൂടെ വഹിക്കാൻ പോകുന്ന ആളാണ്. കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇവിടെ ഇപ്പൊ സമ്മറാണ്, പക്ഷെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭയങ്കര കാറ്റാ. ഒരു തണുത്ത കാറ്റായതുകൊണ്ട് കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്.
നമ്മുടെ അപ്പാർട്ട്മെന്റ് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ബസ് സ്റ്റോപ്പ് വരുന്നത്. ഇവിടെ നമുക്ക് തലിഞ്ച എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഓരോ ബസ്സും എത്ര ടൈമിലാണ്, എപ്പോഴാണ്, എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന് വരെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് കേട്ടോ ജിം ഉള്ളത്. പക്ഷെ വീക്ക് ഡേയ്സിൽ നടന്നു പോവാന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. വീക്കെൻഡ്സിലൊക്കെ പ്രീ വർക്കൗട്ടിന് പകരമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നടക്കാറുണ്ട്. പക്ഷെ ഇന്നിപ്പോ ജോലി ഉള്ളത് കൊണ്ട് ബസ്സിന് പോവാന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല രീതിക്ക് പോസ്റ്റ് അടുപ്പിച്ചത് നിന്നതും പോരാഞ്ഞിട്ട് വീഡിയോ എടുത്തു തരുമെന്ന് ചോദിച്ചപ്പോൾ ഉള്ള എക്സ്പ്രഷൻ ആണ് നിങ്ങൾ ആ കണ്ടത്. മിക്കവാറും ഇന്ന് വർക്കൗട്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു 10 പുഷപ്പ് കൂടുതൽ എന്നെ കൊണ്ട് എടുപ്പിക്കാൻ ചാൻസ് ഉണ്ട്. സാധാരണ എല്ലാ വീക്കെൻഡ്സിലും നെക്സ്റ്റ് വീക്കിലേക്കുള്ള മീൽ പ്ലാനും പർച്ചേസിങ്ങും ഒക്കെ ഞാൻ ചെയ്യാറുള്ളതാണ്. പക്ഷെ ഈ കഴിഞ്ഞ വീക്കിൽ എല്ലാം അവധാനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിക്കാനുള്ള ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല. എന്തായിരുന്നു എനിക്ക് വീക്കെൻഡിൽ പരിപാടി എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. എന്തൊക്കെയോ ചെയ്തു. പിന്നെ തൽക്കാലത്തേക്ക് ഇന്ന് ജിമ്മിൽ നിന്ന് ഒരു പഴം വാങ്ങി അങ്ങ് കഴിച്ചു. പിന്നെ പോട്ടെ, എന്നും പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നാ പിന്നെ എന്താ ഒരു രസമുള്ളതല്ലേ. ഈ പറയുന്ന പ്ലാനിങ് ആയാലും വർക്കൗട്ട് ആയാലും എന്റെ ജീവിതത്തിൽ വന്ന എന്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഞാൻ പതിയെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഒട്ടും ചിട്ടയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിലൂടെയായിരുന്നു ഞാൻ മുന്നേ പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. തോന്നുന്ന സമയത്ത് എഴുന്നേൽക്കും, തോന്നുന്ന ഫുഡ് കഴിക്കും, ചിലപ്പോൾ ഫുഡ് കഴിക്കില്ല. നാട്ടിൽ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഫുഡ് തരാൻ അമ്മ ഉള്ളതുപോലെ ഇവിടെ ആരും ഇല്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം. അങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ലൈഫിൽ. ഇന്നത്തെ വർക്കൗട്ട് ഷോൾഡറിനോ ആപ്സിനോ ആണ് കേട്ടോ ചെയ്തത്. സാധാരണ എല്ലാ മൺഡേസിലും എല്ലാവരും ചെസ്റ്റിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മെഷീൻസ് ഒക്കെ എപ്പോഴും ഓക്യുപ്പൈഡ് ആയിരിക്കും. എന്നാൽ പിന്നെ നമുക്കൊന്ന് മാറ്റി പിടിക്കാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ജിമ്മൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴി ഇതുപോലെ ഒരുപാട് മുന്തിരികൾ തളർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഓരോ വീടിന്റെയും പ്രത്യേകതയാണ്. ഒരു വീട്ടിൽ ഒരു ഫ്രൂട്ടെങ്കിലും അവർ നട്ട് വളർത്തിയിട്ടുണ്ടാവും. പക്ഷെ അവരതിന്ന് കഴിക്കത്തില്ല. അതൊക്കെ പഴുത്ത് ചീഞ്ഞ് താഴെ വീണ് പോവോ അല്ലെങ്കിൽ ഇവിടുത്തെ കിളികൾ കൊത്തി കഴിക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് കഴിക്കാനുള്ള എല്ലാ ഫ്രൂട്ട്സും ഇവർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തേ മേടിക്കാറുള്ളൂ. ഇതെങ്ങാനും നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെ പഴുക്കുന്നതിന് മുന്നേ പറിച്ചിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആഴ്ചത്തെ മീൽസിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവങ്ങളും വീട്ടിലില്ല. കുറച്ച് ചിക്കനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ജിമ്മിന് തൊട്ടടുത്തുള്ള മിറാക്കിൾ ഫുഡ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് റോയ് ആയിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ പലതരത്തിലുള്ള മാരിനേഷനുള്ള മീറ്റ്സും കാര്യങ്ങളും ഒക്കെ കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ കൂടുതലും റോയ് ആയിട്ടുള്ള മീറ്റ് മേടിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള മസാലാസ് ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. തൽക്കാലത്തേക്ക് ഇന്നത്തേക്കുള്ള ചിക്കനും പാലും യോഗട്ടും ഒരു പാക്കറ്റ് ബ്രെഡും കൂടെ എടുത്തിട്ട് ബില്ല് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. ഇവിടെ പ്രോപ്പർ സമ്മർ ആയെങ്കിലും 2 ദിവസമായിട്ട് നല്ല കാറ്റുണ്ട്. പാലക്കാടിൽ ജനിച്ചു വളർന്ന എനിക്ക് ഈ സമ്മർ ഒന്നും അല്ല. പക്ഷെ ഇവിടുത്തെ വെയിലിന് എന്തോ ഒരു പ്രത്യേക തരം ചൂടാണ്. ഏതൊരു കാലാവസ്ഥയിലായാലും ഇവിടുത്തെ ആകാശം കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ചുറ്റും കടലായതുകൊണ്ടായിരിക്കും ഈ ഒരു ഭംഗി. വിന്റർ ആയിക്കഴിഞ്ഞാലോ സമ്മർ ആവണം എന്ന് തോന്നും. ഇനി സമ്മർ ആയിക്കഴിഞ്ഞാലോ ഒന്ന് വേഗം വിന്റർ ആയിക്കഴിഞ്ഞാൽ നല്ല തണുപ്പത്തിരിക്കാലോ എന്ന് തോന്നും. എന്തൊക്കെയോ ഒരു പ്രത്യേക തരം ആഗ്രഹങ്ങളാണ് എനിക്ക്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ബസ്സൊക്കെ കയറി വീട്ടിലെത്തിയിട്ടുണ്ടേ. പണ്ട് നാട്ടിലെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മാനേജർ എനിക്ക് ലസാനിയ എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിച്ചു തന്നു. അന്ന് എനിക്ക് ആ ഒരു സാധനം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ അതിന്റെ പേര് പിന്നീട് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് പിന്നീട് ഞാനത് കഴിച്ചിട്ടില്ല. പിന്നെ മാൾട്ടയിൽ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലെ ചായക്കട പോലെ തന്നെ ഇവിടെയുള്ള ഏത് കടയിലും ഈ ലസാനിയ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടാവും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വരുന്ന വഴിക്ക് അതൊരെണ്ണം മേടിച്ചായിരുന്നു കേട്ടോ. ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് ചീസ്, ടൊമാറ്റോ, പാസ്ത ഇത് 3 വരുന്നത്. പിന്നെ ചിക്കൻ ഓർ ബീഫ് അതിൽ ഏതെങ്കിലും ഒരു മീറ്റ് ഉണ്ടാവും. നോർമലി ജിമ്മിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എടുക്കുന്നത് പ്രോട്ടീൻ ആയിരിക്കും കേട്ടോ. പക്ഷെ ഇന്ന് ഭയങ്കര വിശന്ന് വന്നതുകൊണ്ടും ലസാനിയ കയ്യിലിരിക്കുന്നതുകൊണ്ടും അത് ഓപ്പൺ ചെയ്ത് 2 വായ കഴിച്ചു. പണ്ട് എനിക്ക് പ്രോട്ടീൻ കുടിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഫ്ലേവേർഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടോ എന്നുള്ളത് ഒന്ന് അന്വേഷിച്ച് നോക്കി. അപ്പോഴാണ് എനിക്ക് കിട്ടിയത് പീനട്ട് ബട്ടറിന്റെ ടേസ്റ്റ് ഉള്ള പ്രോട്ടീൻ. സംടൈംസ് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലാണ് കേട്ടോ ഞാൻ ഷേക്ക് ചെയ്ത് കുടിക്കാറുള്ളത്. ഞാൻ എന്തൊരു സാധനം വാങ്ങുകയാണെങ്കിലും ഇപ്പൊ അത് കഴിക്കാനുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ കോസ്മെറ്റിക് ഐറ്റംസോ എന്താണെന്നുണ്ടെങ്കിലും ഞാൻ അതിന്റെ എക്സ്പയറി ഡേറ്റും കൂടെ നോക്കിയിട്ടാണ് വാങ്ങാറ്. പക്ഷെ ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റി. ബ്രെഡ് വാങ്ങിച്ചപ്പോൾ അതിന്റെ ഡേറ്റ് നോക്കാൻ മറന്നുപോയി. നാളെയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. എന്നാ പിന്നെ ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടി ബ്രെഡ് ഉപ്മാവ് ഉണ്ടാക്കാം. അതാകുമ്പോൾ കുറെ ബ്രെഡ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാമല്ലോ. ഇന്നത്തോടുകൂടി അങ്ങോട്ട് തീർക്കാം. ഇതാണ് കേട്ടോ ഞാൻ കുടിക്കുന്ന പ്രോട്ടീൻ. ഒരു ബോട്ടിലിൽ 60 സ്കൂപ്പ് വരെ ഉണ്ടാവും. എന്നാൽ പിന്നെ നമുക്കിനി ബ്രെഡ് ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് സിമ്പിളാണ്. ജസ്റ്റ് സവാളയും തക്കാളിയും ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്ത് സോസ് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് കെച്ചപ്പ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമ്മുടെ ബ്രെഡും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ഉപ്മാവ് റെഡിയായി. സാധാരണ ഞാൻ ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഇതിലോട്ട് ആഡ് ചെയ്യാറ്. അപ്പം ഇങ്ങനെ കുഴഞ്ഞ് നമുക്ക് കിട്ടത്തില്ല. പിന്നെ എരിവിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്നും ഉള്ളതാണിത് ഈ ഒരു കലാപരിപാടി. മിററിന്റെ
എല്ലാം മുന്നിൽ പോയി നോക്കി എന്തെങ്കിലും മാറ്റം വന്നോന്ന് അറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞ് നേരെ ഒരു കുളിയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള സമയമാവും. ദേ ഈ ബ്ലാക്ക് ടീഷർട്ടാണ് കേട്ടോ എൻ്റെ യൂണിഫോം. ബോട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇടാം. നമുക്കിനിപ്പോൾ കൊണ്ടുപോകാനുള്ള ലഞ്ച് പാക്ക് ചെയ്യണം. നമ്മൾ ഈ ബ്രെഡ് ഉപ്മാവിൻ്റെ കൂടെ പ്രോട്ടീന് വേണ്ടിയിട്ട് 2 എഗ്ഗും അതുപോലെ തന്നെ കുറച്ച് നട്ട്സും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും കമ്പനിയിൽ ഉണ്ടാവില്ല. ഇവിടുത്തെ മാൾട്ടീസുകാരൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ഷിഫ്റ്റ് ആണ്. എനിക്ക് പിന്നെ ഷിഫ്റ്റ് സൂപ്പർവൈസറിന്റെ റോൾ ആയതുകൊണ്ട് 2 ഷിഫ്റ്റിൽ മാറി മാറി പോകണം. ഒരാഴ്ച മോർണിംഗ് ആണെങ്കിൽ അടുത്ത ആഴ്ച ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആയിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതെൻ്റെ ഒരു ബിസി ഡേ ആണ്. കാരണം ഞായറാഴ്ച കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചത്തേക്ക് കിടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാണിച്ച കാര്യങ്ങളൊന്നും അല്ല കേട്ടോ എക്സാക്റ്റ് കാര്യങ്ങൾ. സാധാരണ ഒരു ചൊവ്വാഴ്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാം ട്രാക്കിലായി കഴിഞ്ഞാൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടായിരിക്കും എൻ്റെ ഒരു ഡേ പോവുക. ഇവിടുത്തെ ഗവൺമെൻറ് പല ഏജൻസികൾക്കായിട്ട് കോൺട്രാക്റ്റ് കൊടുത്തിട്ട് സമ്മറിലും സ്പ്രിങ്ങിലും ഒക്കെ ഇതുപോലത്തെ ചെടികൾ ഇവിടെ പ്ലാന്റ് ചെയ്യാറുണ്ട് കേട്ടോ. കൂടുതലും ഇങ്ങനെ റൗണ്ട് അബൌട്ടുള്ള സ്ഥലങ്ങളിലാണ് അവർ ചെയ്യാറുള്ളത്. ഭംഗിക്ക് വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു. ഇതെന്താന്ന് മനസ്സിലായോ? പൊമഗ്രനേറ്റ് ആണ്. നമ്മുടെ കമ്പനിയിലോട്ട് പോകുന്ന വഴിയിൽ ഇങ്ങനൊരു മരമുണ്ട്. കഴിഞ്ഞ വർഷം നന്നായി കായ്ച്ചപ്പോൾ ഞാൻ ഇതൊന്ന് പറിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമാണ്. ബസ് ഇറങ്ങിയിട്ട് ഒരു 2 മിനിറ്റ്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കമ്പനിയിലെത്തും. എന്റെ കമ്പനി ഒരു ജർമ്മൻ ബേസ്ഡ് കമ്പനിയാണ് കേട്ടോ. പേര് അവനെറ്റ് എംബഡഡ്. പക്ഷെ ഇപ്പൊ അവർ നെയിം ചേഞ്ച് ചെയ്തിട്ട് ട്രയ ടെക്നോളജീസ് ആക്കി. പുതിയ ഇൻവെസ്റ്റേഴ്സ് വന്ന് 3 കമ്പനീസും കൂടെ ക്ലബ് ചെയ്തപ്പോഴാണ് ഇവർ നെയിം ചേഞ്ച് നടത്തിയത്. പക്ഷെ എനിക്ക് ആ പണ്ടത്തെ പേര് തന്നെയായിരുന്നു ഇഷ്ടം കേട്ടോ, അവനെറ്റ് എംബഡഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ എല്ലായിടത്തും നമ്മൾ എത്ര മണിക്കൂറാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു ടൈമിങ്ങിനാണ് അവർ പേ ചെയ്യുന്നത്. 1 വീക്കിൽ നമുക്ക് മിനിമം 40 അവേഴ്സ് കിട്ടും കേട്ടോ. അതിന്റെ മുകളിലേക്ക് നമ്മൾ എത്ര വർക്ക് ചെയ്താലും അത് ഓവർ ടൈം ആയിട്ടാണ് അവർ കണക്ക് കൂട്ടുക. കമ്പനിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാവർക്കും ഒരു ലോക്കർ സ്വന്തമായിട്ടുണ്ട്. അതിന്റെ കീ ഇടയ്ക്കിടയ്ക്ക് കളയുന്നത് എൻ്റെ ഒരു ഹോബി ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ID കാർഡിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണേ. നമ്മൾ കഴിക്കാൻ കൊണ്ടുവന്ന ഫുഡില്ലേ, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻറ്റീനിലെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് എടുത്ത് വെക്കാം കേട്ടോ. ബാക്കിയുള്ള പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ലോക്കറിൽ വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം. ടെസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 2 ഷിഫ്റ്റ് സൂപ്പർവൈസേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ഞാനും പിന്നെ ഇവിടുത്തെ മാൾട്ടീസ് ആയിട്ടുള്ള കെവിൻ എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. ഞാൻ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആവുന്ന സമയത്ത് പുള്ളി മോർണിംഗ് ആയിരിക്കും, പുള്ളി ആഫ്റ്റർനൂൺ ആകുമ്പോൾ ഞാൻ മോർണിംഗ് ആയിരിക്കും. പുള്ളി അതിന്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇറങ്ങുന്ന സമയത്താണ് ഞാൻ കയറാം. ഞാൻ എപ്പോഴും ഒരു 20 മിനിറ്റ്സ് നേരത്തെ വരും കേട്ടോ. നമ്മുടെ ബോട്ടിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹെഡിനോട് സംസാരിക്കാനും. പിന്നെ പ്രൊഡക്ഷന്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് സേഫ്റ്റി ഷൂസും അതുപോലെ തന്നെ റിസ്റ്റ് ബാൻഡും എല്ലാം സ്പെഷ്യലി ഉണ്ട്. അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് എന്റെ കയ്യിലുള്ളത് ഈ പോക്കറ്റ് കണ്ടോ, അതിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അത്യാവശ്യം ടൂൾസുകളും ഉണ്ടാവും. ഇതാണ് കേട്ടോ നമ്മുടെ ക്യാൻറ്റീൻ. ഈ ഒരു TV-യിൽ എല്ലാ സ്ഥലത്തെ ന്യൂസുകളും എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ കാണുന്ന ഒരു ബോക്സ് കണ്ടോ, ചെറിയ രീതിയിൽ റിപ്പയർ വരുന്ന മോണിറ്ററോ കീബോർഡോ മൗസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിലെ HR ഇതിൽ കൊണ്ടിടും. നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് എടുത്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരാവുന്നതാണ്. ഈ ഒരു കമ്പനിയിൽ ഇന്ത്യൻസ് ആയിട്ട് ഞാനും പിന്നെ വേറെ 2 പേരും മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന പുള്ളിക്കാരി ഫിലിപ്പിയൻ ആണേ. കൂടുതലും ഇവിടെ ഫിലിപ്പീൻസ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പോയിന്റ് വരെയുള്ളൂ നമുക്ക് ഫുഡും ക്യാമറയൊക്കെ അലൗഡ് ആയിട്ടുള്ളത്. ഇതിന്റെ അപ്പുറത്തേക്ക് പ്രൊഡക്ഷനിലേക്ക് ഫുഡോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഫോർ സം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഇഷ്യൂസ്. അപ്പൊ നമുക്കിനിപ്പോ ബ്രേക്കിന് കാണാം കേട്ടോ. ഹലോ, ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് നമുക്ക് എൻട്രി ഉണ്ട്, ക്യാമറയ്ക്ക് എൻട്രി ഇല്ല. പിന്നെ ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ് മാത്രം ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. സിസ്റ്റം കാണിക്കാൻ പറ്റില്ല. പ്ലസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നമുക്ക് ബോർഡ്സ് ആയിരിക്കും. അപ്പോൾ ആ ബോർഡ്സ് നമുക്ക് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇഷ്യൂ ആവും. അപ്പം അതുകൊണ്ട് എൻ്റെ മോൻ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരും. ഞാൻ എന്തായാലും അത് കാണിക്കാം. എൻ്റെ വർക്ക് സ്പേസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ ഹാഫ് ടൈമായി, അതായത് ഇപ്പോൾ 4:30. അപ്പോൾ ഫുഡ് കഴിക്കാം. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ രാവിലെ കൊണ്ടുവന്ന് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. പ്രൊഡക്ഷൻ്റെ അകത്തേക്ക് ഫോണിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, പക്ഷെ ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫുഡ് എടുത്തു വെക്കാൻ ഫ്രിഡ്ജും അതുപോലെ തന്നെ ചൂടാക്കി കഴിക്കാൻ അവനും ഇനിയിപ്പോൾ വെൻഡിങ് മെഷീനും ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വർക്ക് സ്പേസ് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഞാൻ കയറിയ സമയത്ത് ഈ കമ്പനിയിൽ പ്രൊഡക്ഷൻ ഓപ്പറേറ്റർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്ന പുള്ളി വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറിപ്പോയപ്പോൾ അവിടെ ഒരു വേക്കൻസി വന്നു.
ആ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഇന്റേണലിയും എക്സ്റ്റേണലി ആയിട്ട് ഒരുപാട് അപ്ലിക്കേഷൻസും വന്നിട്ടുണ്ടായിരുന്നു. അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റിന് ഞാൻ അപ്ലൈ ചെയ്തു. 2-3 റൗണ്ട് ഇന്റർവ്യൂവും ഒരു മോക്ക് ടെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു റിസൾട്ട് വരുന്നത്. എനിക്കിതിൽ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കീ റോൾസിന് ഇവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മാൾട്ടീസ് ആയിട്ടുള്ള ആൾക്കാരെയായിരിക്കും. പക്ഷെ ഇതിന്റെ ഒരു റിസൾട്ട് വന്നപ്പോൾ എന്നെയാണ് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആകെ 2 മിനിറ്റിലേക്ക് തരിച്ചു നിന്നിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് റെസ്പോൺസിബിലിറ്റി വരുന്നുള്ള ഒരു പൊസിഷനാണ് ഞാൻ ഇപ്പം ഇരിക്കുന്നത്. ഇലക്ട്രോണിക്സ് ഫീൽഡിൽ ഒരു തരത്തിലുള്ള ബേസ് ഇല്ലാത്ത ഞാൻ പെട്ടെന്ന് ഓപ്പറേറ്ററിൽ നിന്ന് ഒരു സൂപ്പർവൈസർ ആവുമ്പോൾ എന്തൊക്കെ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ആ ഒരു ഫസ്റ്റ് ഫേസിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തിനാ ഇതിന് അപ്ലൈ ചെയ്തതെന്ന്. ആ കമ്പനിയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അത്രയും ദിവസം അവരുടെയൊക്കെ കൂടെ അവരിൽ ഒരാളായിട്ട് വർക്ക് ചെയ്തിരുന്ന ഞാൻ പെട്ടെന്ന് ഒരു ദിവസം അവരുടെ ഹെഡ് ആവുന്ന സമയത്ത് എന്തോ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് അവരെനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നെയായിരുന്നു കേട്ടോ തന്നിരുന്നത്. ഡെയിലി ബേസിസിലുള്ള കമ്മ്യൂണിക്കേഷനും ടാസ്ക് ഒക്കെ കറക്റ്റായിട്ട് എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതും ഹെഡിലേക്കുള്ള റിപ്പോർട്ട്സും അങ്ങനെ കുറേ പഠിക്കേണ്ടി വന്നു. ഇപ്പോഴും അത്ര പ്രോയൊന്നും അല്ല കേട്ടോ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു മേഖലയിലും ഞാൻ എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഒരു തരത്തിലുള്ള ഗ്രോത്തും ഉണ്ടാവില്ല. എപ്പോഴും അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരുന്നാലാണ് നമുക്ക് ആ ഒരു ഫീൽഡിൽ പിന്നെയും ഗ്രോ ചെയ്ത് നല്ല അടിപൊളിയാവാൻ പറ്റുള്ളൂ. ഉച്ചയ്ക്ക് 1:30 തൊട്ടിട്ട് രാത്രി 9:30 വരെയാണ് നമ്മുടെ ഷിഫ്റ്റ് വരുന്നത്. കറക്റ്റ് 9:20 ആകുമ്പോൾ ഞാൻ സിസ്റ്റമൊക്കെ ഷട്ട് ഡൗൺ ചെയ്തിട്ട് ജോലി അവസാനിപ്പിക്കും. അപ്പം ഇനി വീട്ടിൽ പോവാട്ടോ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ടീമിലുള്ള എല്ലാ എംപ്ലോയീസും പുറത്തിറങ്ങിയോന്നും അതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വേണം എനിക്ക് പോവാൻ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. സമ്മർ ആണെങ്കിലും ഈ ഒരു കാറ്റുള്ളത് കൊണ്ട് വലിയ ചൂടൊന്നും അങ്ങനെ അനുഭവപ്പെടുന്നില്ല. എനിക്ക് പോകാനുള്ള ബസ് വന്നേ. ഈ ഒരു ടൈം ആയാലും ഇവിടെയുള്ള എല്ലാ ബസ്സിലും ഓൾമോസ്റ്റ് ആൾക്കാരുണ്ടാവാറുണ്ട്. രാത്രിയിൽ യാത്ര ചെയ്യാനൊന്നും മാൾട്ട അത്ര വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില ഏരിയാസിലൊക്കെ നൈറ്റ് സർവീസ് ആയിട്ട് 12 മണി വരെയൊക്കെ ബസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ എൻ്റെ ഈ ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്കുള്ളത് ലാസ്റ്റ് ബസ് വരുന്നത് 10:45 തോന്നുന്നു. അങ്ങനെ ഒരു 20 മിനിറ്റ്സിൽ വീടെത്തിട്ടോ. നേരെ റൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടക്കാനുള്ള പരിപാടി നോക്കാം. സെക്കൻഡ് ഷിഫ്റ്റ് ഉള്ള ദിവസമൊക്കെ എനിക്ക് വന്നിട്ട് കുക്ക് ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല. എൻ്റെ ഫ്രണ്ടിന് ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പോകുന്നതിന് മുന്നേ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പം പിന്നെ നേരെ ചെന്ന് 2 ചപ്പാത്തി എടുത്ത് കുറച്ച് കറിയും കൂടെ എടുത്ത് നല്ല ആസ്വദിച്ച് അങ്ങ് കഴിച്ചു. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഫുഡ് എന്നും കഴിച്ച് എനിക്ക് ചില സമയത്ത് ഫുഡ് കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ സ്പ്ലിറ്റായിട്ട് കുക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബി ഹാപ്പി വിത്ത് കുഞ്ഞാപ്പി. ടാറ്റാ.